ഹായ്, എൻ്റെ പേര് ലംചൻ. ഞാൻ ജസ്ന സലീമിൻ്റെ മോനാണ്. ഈ മാസ്ക് ഇട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരെയും പേടിച്ചുകൊണ്ടാണ്. എൻ്റെ ഉമ്മാക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഞാനും കാണുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി എൻ്റെ ഉമ്മാനെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസ്ക് ഇട്ട് സംസാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ലസിത പാലക്കൽ. ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തലശ്ശേരി കുട്ടിമാക്കൂൽ 21-ാം വാർഡിൽ മത്സരിക്കുന്ന ലസിത പാലക്കലെ കുറിച്ചാണ്. ഈ സ്ത്രീ നിരന്തരം ഞാനും എൻ്റെ അനിയത്തിയും മരണപ്പെടുമെന്നാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 15, എൻ്റെ അനിയത്തിക്ക് 12 വയസ്സാണുള്ളത്. ഈ സ്ത്രീക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. ഓക്കെ, ഇവിടെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഇവിടെ പേരാണ് ജസ്ന സലീം. ഇപ്പൊ മകനുമായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. ഇതിൽ പറയുന്നത് വെച്ചാല് ലസിത പാലക്കൽ എന്ന BJP നേതാവാണ്. അവര് ഈ കുട്ടീനെ മരിക്കണം എന്ന് പ്രാഗി എന്നാ പറയുന്നത്. അങ്ങനെ ഈ മകൻ മാസ്ക് ഇട്ടിട്ടാണ് വന്നത്, മാസ്ക് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണം അവൻ പറയുന്നുണ്ട്. കാരണം എല്ലാവരും തെറി പറയുന്നത് കൊണ്ടും ഇപ്പോ അതിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല, എല്ലാവരും പച്ചത്തെറിയാന്ന് മോൻ പറയുന്നത്. അപ്പൊ മോനോട് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവളുടെ വീഡിയോ, നിന്റെ ഉമ്മാന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകളൊന്നും മോൻ വായിക്കാം. എത്രത്തോളം തെറികളാണ് അതിൽ ടൈപ്പ് ചെയ്ത് വിടുന്നത്. കാരണം വെച്ചാല് അത് നിന്റെ ഉമ്മനോട് പറയേണ്ടത് വെച്ചാല് നല്ല നല്ല വീഡിയോസ് ചെയ്യാം. ഇവള് കൃഷ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. അപ്പോൾ കൃഷ്ണന്റെ വീഡിയോ വരയ്ക്കുന്നതുകൊണ്ടോ അമ്പലത്തിൽ പോകുന്നുണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ടോ ഒന്നും എന്നെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമില്ല. ഇവളുടെ വായാണ് പ്രശ്നം, നാക്കാണ് പ്രശ്നം. നാക്ക് എന്ന് പറഞ്ഞാല് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുക, പിന്നെ ഇവളുടെ വീഡിയോസിൽ ഓരോ ആൾക്കാരെ പറ്റി പറയുക. അപ്പം വീഡിയോ നന്നാക്കി കഴിഞ്ഞാൽ ഒരാളും കമന്റ് ബോക്സിൽ തെറി പറയില്ല. ആദ്യം മനസ്സിലാക്കുക. സ്വയം നന്നായി കഴിഞ്ഞാൽ മോനെ താഴത്ത് നല്ല നല്ല കമന്റേ വരുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഉമ്മാനോട് പറയാ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ. ഇവള് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ തെറ്റിക്കുക, ആൾക്കാർ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇവരുടെ നിന്റെ ഉമ്മാന്റെ ഈ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമന്റുകൾ മോനെ ശ്രദ്ധിക്കുക. കാരണം ആ കമന്റിൽ 90% കമന്റുകളും പച്ചത്തെറികളാണ്. അപ്പൊ ഞാനത് വീഡിയോ ഇടുന്ന ആളാണ്. ഒരുപാട് പെണ്ണുങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. ആരുടെയെങ്കിലും കമന്റ് ബോക്സിൽ തെറിയുണ്ടോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു മോനെ ഉമ്മാനോട് പറഞ്ഞേക്കുക, ഇങ്ങനെ തെറി കമന്റുകളാണെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എല്ലാത്തിലും ഉണ്ട്. അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരും വന്ന് കമന്റ് ബോക്സിൽ തെറി പറയില്ല, അത് കാണില്ലല്ലോ. അത് ചെയ്യാം. പക്ഷെ നിന്റെ ഉമ്മ ചെയ്യൂല. കാരണം എന്താ അറിയുമോ? ഈ കമന്റ് എടുത്തിട്ട് വേണം ഓക്ക് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആദ്യം സ്വയം നന്നായി കഴിഞ്ഞാൽ കമന്റ് ബോക്സ് തെറികളൊക്കെ കുറയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോനൊക്കെ മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരൂല.